മാസ് പരിപാടിയാണെന്നാണ് റൂമേഴ്സ് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. സണ്ണി ചേട്ടാ പുതിയ അപ്ഡേഷൻ എന്തെങ്കിലും തരാമോ? ഒരു സിനിമ തുടങ്ങാൻ പറ്റും. ഏതാണ്? നേരിട്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ അതിൻ്റെ ഓഡീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 30th സ്റ്റാർട്ട് ചെയ്യും. ഈ സാത്താൻ സേവർ 2025 തിരിച്ചു വരും എന്ന് അറിയുന്നുണ്ട്. സാത്താൻ സേവറല്ല, ആട് 3 എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ റിലീസ് ക്രിസ്മസിനാണ്. ഓക്കെ. കഥ ഓൾറെഡി സ്ക്രിപ്റ്റൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ആട് 3യുടെ. സ്ക്രിപ്റ്റ് ഇന്നലെ ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വർഷം വായിക്കാൻ കിട്ടും. കിടിലൻ പരിപാടി തന്നെ ആയിരിക്കും ആട് 3. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഒരു 3Dയിലാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ 2Dയിലേക്ക്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ടും ചോദിച്ചിട്ടില്ല, പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് കേട്ടത്. വേറെ ഒന്നും ഇപ്പോൾ നിലവിലൊന്നും അപ്ഡേഷൻ ഇല്ല. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് 2. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഈ ലുക്ക് ആ മൂവിനാണോ ഇപ്പോൾ പറഞ്ഞിട്ടില്ല? ഷൂട്ടിങ് പേരിടാത്തൊരു മൂവി എന്ന് പറഞ്ഞാൽ എന്നാലും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടിലൊരു സിനിമ വരാൻ വേണ്ടി വെയിറ്റിംഗ് അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് ഇപ്പം പ്രസൻ്റിൽ അങ്ങനത്തെ ഡിസ്കഷൻസ് ഉണ്ട്. ആഗ്രഹമുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ സൗബിൻ ഷാഹിർ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടില്ല, എന്നാൽ പോലും അത് ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിലൊരു വേഷം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അങ്ങനത്തെ ഒരു പാറ്റേൺ സിനിമ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. അതിൻ്റെ കഥയോ കാര്യങ്ങളോ അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും അറിയില്ല. നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു മറുപടി പറയാനുള്ള ഡാറ്റാസൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചത്. എന്നാലും ദുൽഖറുമായിട്ട് മൂവി ഡിസ്കഷൻ ഒക്കെ നടക്കാറുണ്ട്. ഇപ്പോൾ ദുൽഖറിൻ്റെ അടുത്ത പ്രൊജക്റ്റ് നഹാസേറ്റാണ്. കഥ കാര്യങ്ങൾ. അപ്പോൾ ആന്റണി പെപ്പും അതേപോലെ തന്നെ ദുൽഖറും ഒരുമിക്കുന്നൊരു പടമാണെന്നാണ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. സ്റ്റോറി ലൈൻ അറിയാം. മാസ് പരിപാടിയാണെന്നാണ് റൂമേഴ്സ് വരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ്. താങ്ക് യു. ഓക്കെ. ശരി.